നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി 28 അധ്യായം 10 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളൊന്ന് എടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ഒരു മോനാണ്. അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തിലാണ് പിറന്നത്. അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന് മകൻ യാക്കോബ്. നല്ല പാരമ്പര്യമുണ്ട്. വിശ്വാസിയായ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ജനിക്കുക അതൊരു ഭാഗ്യമാണേ. വിശ്വാസവീരനായ അബ്രഹാം പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുക, ഭവനത്തിൽ വരിക, ആ ഭവനത്തിൽ ജനിക്കുക, എത്രയോ അനുഗ്രഹമാണത്. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെക്കുറിച്ച് കരുതലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ദൈവവിശ്വാസികളായിരിക്കണം. മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, മക്കൾ നാനാ വഴികളിലേക്ക് തിരിഞ്ഞ് നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ദൈവവിശ്വാസികളായിരിക്കണം. ആ മക്കൾക്ക് പിൽക്കാലത്ത് പറയാൻ സാധിക്കണം, എൻ്റെ അപ്പനൊരു വിശ്വാസിയായിരുന്നു. കാര്യം ഇടയ്ക്ക് മരുഭൂമിയുടെ അനുഭവമുണ്ട്, കഷ്ടപ്പാടുണ്ട്, തീർച്ചയായിട്ടും ദുരിതങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും എൻ്റെ അപ്പൻ ഒരു ദൈവവിശ്വാസിയായിരുന്നു. എൻ്റെ അപ്പൻ ക്രിസ്തു വിശ്വാസിയായിരുന്നു. എൻ്റെ അപ്പനൊരു വിശുദ്ധനായിരുന്നു. എൻ്റെ അപ്പനൊരു ദൈവത്തെ സ്നേഹിക്കുന്നൊരു ദൈവവേദലായിരുന്നു. അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തിലാണ് യാക്കോബ് പിറന്നത്. പക്ഷേ അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തിൽ പിറന്നെങ്കിലും യാക്കോബിൻ്റെ ജീവിതത്തിൽ കുറേ തെറ്റുകളൊക്കെ വന്നുപോയി. കുറേ തെറ്റുകൾ, അത് ഒന്ന് രണ്ടോന്നല്ല, കുറേ തെറ്റുകൾ. യാക്കോബ് യൗവനത്തിൽ തന്നെ അപ്പനെ കബളിപ്പിച്ചു, സ്വന്തം അപ്പനെ. അപ്പൻ്റെ അടുത്ത് നുണ പറഞ്ഞു. അപ്പൻ വൃദ്ധനാണ്, ഇസാക്ക് വൃദ്ധനായി, കണ്ണുകാഴ്ചയില്ല, ആളെ തിരിച്ചറിയില്ല, ഒരു നെല്ല് പോലെ കാണൂ, ആളെ മുഖം തിരിച്ചറിയില്ല. 100 വയസ്സുള്ള ഇസാക്കിന് കണ്ണുകാഴ്ച വാങ്ങി. അപ്പോൾ യാക്കോബ് അപ്പൻ്റെ മുമ്പിൽ ചെന്നു. അപ്പാ, ഞാൻ നിൻ്റെ ആദ്യജാതൻ ഏശാവ്. പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഞാൻ നിൻ്റെ ആദ്യജാതൻ ഏശാവ്. പ്രിയപ്പെട്ടവർ, ഓരോ വാക്ക് സൂക്ഷിച്ചോളണേ. ഒരിക്കലും അസത്യം പറയരുത്. അതിൻ്റെ എല്ലാം ശിക്ഷയും അതിൻ്റെ എല്ലാം യാതനയും പിന്നാലെ വരുന്നു. ഒരിക്കലും പറഞ്ഞു പോയത്, ഭർത്താവിൻ്റെ മുമ്പിൽ കളവ് പറയരുത്, ഭാര്യയുടെ മുമ്പിൽ കളവ് പറയരുത്, അപ്പൻ്റെ മുമ്പിൽ കളവ് പറയരുത്, അമ്മയുടെ മുമ്പിൽ കളവ് പറയരുത്, മക്കളുടെ മുമ്പിൽ കളവ് പറയരുത്. ഈ നുണ പറയുക എന്നൊക്കെ പറഞ്ഞത് മഹാഭാവമാണെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടില്ല. ഒരു തമാശ പോലെ നുണ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ. അല്ല, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നെങ്കിൽ, ജീവനെ ആഗ്രഹിക്കണം, നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യണം. നിൻ്റെ അധരദ്വാരം സൂക്ഷിച്ചുകൊള്ളുക. അല്പം പോലും നുണ പറയരുത്. പക്ഷേ പാവം യാക്കോബ് നുണ പറഞ്ഞു പോയി. പാവം എന്ന് പറയാൻ കാരണം അതിൻ്റെ ശിക്ഷ ഭയങ്കരമായിരുന്നു. അപ്പനൊന്നും ശിക്ഷിച്ചില്ല, അപ്പൻ ശിക്ഷിക്കുകയില്ല. പാവം ഇസാക്കിന് മക്കളെക്കുറിച്ച് വാത്സല്യമല്ലേ, നീ നന്നായി വരട്ടെ എന്ന് പറയുള്ളൂ, അല്ലാതെ ഒരിക്കലും അപ്പൻ ശപിക്കുകയില്ല. പക്ഷേ തെറ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ ശാപം വരും. അതാണ്, ദൈവത്തിൻ്റെ ശാപം വരും. ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം അറിയുന്നു. നിങ്ങൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുവരാ സൂക്ഷിച്ചുകൊള്ളണം. നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം കിട്ടണമെങ്കിൽ നാം തെറ്റുവരാ സൂക്ഷിച്ചുകൊള്ളണം. സംഭവിച്ചത് എന്താണ്? അപ്പോൾ ഞാൻ നല്ല രുചികരമായ ആഹാരം പാകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പന് തിന്നാൻ. അപ്പൻ ഇത് തിന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഇസാക്ക്, മോനെ നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിന് ശബ്ദം പോലെ തോന്നുന്നല്ലോ, നീ യേശാവ് തന്നെയല്ലേ? അതെ അപ്പോൾ ഞാൻ യേശാവ് തന്നെ, നീ അടുക്ക വന്ന് ഞാൻ നോക്കട്ടെ. അപ്പൻ ഈ യാക്കോബിനെ തടവി, കഴുത്തിലും പുറത്തും നെഞ്ചത്തും എല്ലാം നോക്കി. യേശാവിന് പ്രത്യേകത, യേശാവിന് ധാരാളം രോമമുണ്ട്, രോമാവൃതമായ ശരീരമാണ്. യാക്കോബിന് ദേഹത്ത് അങ്ങതുപോലെ രോമമില്ല. ഇവൻ അതുകൂടി കണ്ടു, ഒരു ആട്ടിൻ തോല്, അതിൽ രോമാവൃതമായ ആട്ടിൻ തോല് കൊണ്ട് കഴുത്തും ശരീരവും പൊതിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പനെ കബളിപ്പിക്കുകയാണ്. കണ്ണുകാഴ്ചയില്ലാത്ത പാവം ഇസ്ഹാക്ക് വിശ്വസിച്ചു, യേശാവാണെന്ന് വിശ്വസിച്ചു. അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി.
ഇസ്ഹാക്കിന് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് യാക്കോവ് പോകുമ്പോൾ ഏശാവ് ഇക്കാര്യം അറിഞ്ഞു. ചേട്ടൻ അറിഞ്ഞു, ഈയോടെ അവൻ എന്നെ ചതിച്ചു അല്ലേ, ഇനി ഞാൻ വെച്ചേക്കില്ല, അവനെ കൊന്നുകളയും, തീർച്ചയായും ഞാൻ അവനെ കൊന്നുകളയും. ആ പ്രാചീന കാലത്തെ ആ മധ്യേഷ്യൻ സംസ്കാരം തെറ്റ് കണ്ടാൽ ഉടനെ കൊല്ലുക എന്നുള്ളതാണ്. അത് തെറ്റില്ലെങ്കിലും കൊല്ലുന്ന സ്വഭാവം. ഹാബേലിന് തെറ്റുണ്ടായിട്ടല്ല കയീൻ കൊന്നത്. കയീൻ ഹാബേലിനെ കൊന്നല്ലോ. കൊല്ലും കൊലയും ആ പ്രാചീന മെസപ്പൊട്ടോമിയൻ സംസ്കാരം അതായിരുന്നു, കൊല്ലും കൊലയും. ഞാനവനെ കൊല്ലും, ഏശാവ് പറഞ്ഞു. ഇത് റിബേക്ക കേട്ടു. അമ്മ ഒരു ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് യാക്കോബിനോട് പറഞ്ഞു, മോനെ നീ ഇവിടെ താമസിക്കേണ്ട, പൊയ്ക്കോ, നീ ഇവിടെ താമസിക്കേണ്ട, നീ അങ്ങ് 600 നാഴിക ദൂരെ എൻ്റെ അപ്പൻ്റെ ഭവനമുണ്ടല്ലോ, ഹാരാനിലേക്ക് നീ പോകണം. അങ്ങ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കടന്ന് അപ്പുറം പോകണം. മോനെ കുറച്ച് മരുഭൂമിയൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. ആ ബേർശേബ ഒരു വിശാലമായി കിടക്കുന്ന മരുഭൂമിയാണ്. പക്ഷേ നീ അത് നോക്കിയിട്ട് കാര്യമില്ല, കഷ്ടപ്പാടുണ്ട്, നീ പൊയ്ക്കൊള്ളണം, ഇവിടുന്ന് പോകണം. നീ വേഗം ഇവിടുന്ന് സ്ഥലം വിടണം, നിൻ്റെ ജ്യേഷ്ഠനെ കൊല്ലാനിരിക്കുന്നു. എൻ്റെ മോനെ നീയും കൈയുള്ളവനല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം മരിക്കുന്നത് ഞാൻ എങ്ങനെ കാണും? നീ ഏശാവ് നിന്നെ കൊല്ലാൻ വരുമ്പോൾ നീ വെറുതെ ഇരിക്കില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി അടിച്ചു പിടിച്ച് അടിപിടി നടത്തി കൊല്ലും, രണ്ടുപേരും ചാകും. നീ എങ്ങനെ കാണും? മോനെ പൊയ്ക്കോ. അമ്മ നേരം പരവര വെളുക്കുന്നതിന് മുൻപ് തന്നെ യാക്കോവിൻ്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളവും ഒരു പൊതി അപ്പവും കൊടുത്തു വിട്ടു. ഈ 600 നാഴിക നടന്നു പോകണമെങ്കിൽ ഒരു തുരുത്തി വെള്ളം മതിയോ? പോരല്ലോ. പക്ഷേ എത്രയും ചെയ്യാൻ പറ്റൂ. യാക്കോബ് ആ ബേർശേബ മരുഭൂമിയിൽ കൂടി പോവുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. ഈ മണലാരണ്യത്തിൽ കൂടി പോക്കെന്ന് പറഞ്ഞാൽ മണൽ പൊതിഞ്ഞ് കിടക്കുന്ന ആ മരുഭൂമിയിൽ കാല് ചവിട്ടി പോവുക ബുദ്ധിമുട്ടാണ്. കാരണം വേഗം പോകാൻ പറ്റില്ല. ഇഴിലങ്ങ് മാറിയിട്ടില്ല, നേരം വെളുക്കുന്നേ ഉള്ളൂ. യാക്കോബ് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കും, ചേട്ടനങ്ങ് വരുന്നുണ്ടോ, ചേട്ടൻ കൊല്ലാൻ വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ഓടുകയാണ്, മരുഭൂമിയിൽ കൂടി ഓടുകയാണ്, തളർന്ന് അവശനായി ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവരക്ഷാർത്ഥം ഓടുകയാണ്, തളർന്ന് ഓടുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കൂടിയുള്ള ഓട്ടത്തിൽ യാക്കോബ് ഭയചകിതനായിട്ടാണ് പോകുന്നത്, ഭയപ്പെട്ടാണ് പോകുന്നത്, ഭയവിഹ്വലനായിട്ടാണ് പോകുന്നത്. കൊല്ലും. ഓടി തളർന്നു. ദൈവത്തിന് സ്തോത്രം. ഓടി തളർന്നു. നേരെ സന്ധ്യയായി. പകൽ മുഴുവൻ ഓട്ടമായിരുന്നു. ഇടയ്ക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ നിന്നോ എനിക്കറിയാൻ പാടില്ല, അപ്പം വല്ലതും തിന്നോ അതും അറിയാൻ പാടില്ല. സന്ധ്യയായി, ഇരുള് പയ്യെ വ്യാപിച്ചു തുടങ്ങി. യാക്കോബ് പറഞ്ഞു, ഇനി കൊല്ലട്ടെ, ഞാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല, ഇനി ഓടാൻ പറ്റില്ല. ആരെങ്കിലും ഒന്നിനെ കൊല്ലട്ടെ, ചേട്ടൻ വന്നിനെ കൊല്ലുകയാണോ, ഞാൻ ചാകാം, അല്ലാണ്ട് എന്നാ ചെയ്യുക, എന്നെക്കൊണ്ട് വയ്യ, ഒരു ചോട് വയ്ക്കാൻ വയ്യ. യാക്കോബ് അവിടെ ഒരു കല്ല് തലണിയായി വെച്ച് കിടന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓടി തളർന്നവരാരെങ്കിലും ഉണ്ടോ ഈ വാക്ക് കേൾക്കുന്നവർ? ഓടി തളർന്നവർ, ജീവിതക്ലേശങ്ങളിൽ ഓടി വലഞ്ഞവർ, കടത്തിൻ്റെ ഭാരത്തിൽ തകർന്നു പോയവർ, കുടുംബത്തിലെ ക്ലേശങ്ങളിൽ അലഞ്ഞു പോയവർ, ഭാര്യയും ഭർത്താവിനുള്ളതായി വഴക്കിലും ബഹളത്തിലും പെട്ട് ഉലഞ്ഞു പോയവർ, രോഗത്തിന് പീഡയിൽപ്പെട്ട് തകർന്നു പോയവർ, ഓടി തളർന്നവർ. ദൈവത്തിന് സ്തോത്രം. ഓടി തളർന്നവർ, എൻ്റെ സഹോദരങ്ങളെ, ഓടി തളർന്നവർ, നിരാശ കൊണ്ട ജീവിതം, ആശയറ്റ ജീവിതം, പ്രതീക്ഷ നശിച്ച ജീവിതം, മുന്നോട്ട് ഗതി കാണാത്ത ജീവിതം. യാക്കോബ് ഓടി തളർന്നു. ആ വാക്ക് ഞാൻ കരുതിക്കുട്ടി പറയുന്നതാണ്, ഓടി തളർന്നു. കാരണം ഞാൻ പറയാൻ കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ്. ഞാൻ ഓടി തളർന്നൊരു മനുഷ്യനാണ്. ഓടി തളർന്നു. നിങ്ങൾക്ക് അത് ഞാൻ പുതുതായിട്ട് വാർത്തയായിട്ടല്ലോ പറയുന്നത്, നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം വാസ്തവത്തിൽ അനാഥമായി പോയി എൻ്റെ ജീവിതം, നിരാശ പറ്റിപ്പോയി എൻ്റെ ജീവിതം. ആകെയുള്ളത് അമ്മയും പെങ്ങളും ഞാനും. മിണ്ടാട്ടമൊന്നുമില്ല, വീട്ടിൽ സംസാരമില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളടിക്കും, കരയും. എനിക്കതേ ഓർമ്മയുള്ളൂ. ഒരു വയസ്സിലപ്പം മരിച്ചുകൊണ്ട് അപ്പൻ്റെ മുഖമൊന്നും ഓർമ്മയില്ല എനിക്ക്. എന്നാൽ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഏങ്ങലടിച്ച് കരയും. ഞാൻ എന്ത് പാവം ചെയ്തിട്ട് കർത്താവേ എനിക്ക് വന്നതെന്ന് അമ്മ ചോദിക്കും. നെഞ്ചത്തേക്കടിച്ച് കരയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓടി തളർന്നു, നിരാശപ്പെട്ടു, ഭാവി ഇരുളടഞ്ഞു, ഭാവി കൂമ്പടഞ്ഞു, വിദ്യാഭ്യാസം മുടങ്ങി, 10ാം ക്ലാസ്സിൽ പഠിത്തം മുടങ്ങി, ഭാവി ഇനിയില്ല, തളർന്നുപോയി. ഞാൻ ഒരുപടി കരഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു കിണറുണ്ട്.
കടലിൻ്റെ അടുത്ത് കുറേ അടയ്ക്കാമരമുണ്ട്. അതൊന്നുമില്ല. ആ അടയ്ക്കാമരത്തിൽ അങ്ങനെ കൈ പുറകിലേക്ക് കെട്ടിക്കൊണ്ട് ഞാൻ ചാരി നിന്ന് കരഞ്ഞിട്ടുണ്ട്. ആരും കേൾക്കില്ലല്ലോ, അവിടെ വേറെ ആരും ഇല്ല. വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് അമ്മയും കേൾക്കില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ അറിയുന്നു, അന്ന് ഞാൻ കരഞ്ഞത് കേൾക്കുന്നൊരു യേശു ഉണ്ടായിരുന്നു. ഞാനന്ന് കരഞ്ഞത് യേശു കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിതുമ്പിയതും ഏങ്ങലടിച്ചതും യേശു കാണുന്നുണ്ടായിരുന്നു. അന്ന് യേശു എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അത്യുന്നതൻ്റെ കരം എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ അത് മനസ്സിലാക്കിയത് 17-ാമത്തെ വയസ്സിലാണ്. വചനം കേട്ടപ്പോൾ മനസ്സിലായി യേശു എന്നെ പിടിച്ചു എന്ന്. വചനം കേട്ടപ്പോൾ മനസ്സിലായി എനിക്കൊരപ്പനുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു നാഥനുണ്ട് എന്ന്, എനിക്കൊരു ഉടമസ്ഥനുണ്ട് എന്ന്. ഞാൻ ആരോരും ഇല്ലാത്തവൻ എന്ന് ഞാൻ ധരിച്ചെങ്കിലും അല്ല, എനിക്ക് ആളുണ്ട്, ഈ രക്ഷകർത്താവ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. വചനം കേട്ടപ്പോൾ ഹൃദയം തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തുറന്നു. ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയാണ്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വേറെ ആരും കേട്ടുകഴില്ലെന്ന് എനിക്ക് തോന്നുന്നു, അതോ കേട്ടോ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആത്മീയ ജീവിതം കർത്താവ് കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നു. ഇന്നും രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, യാതനകളുണ്ട്, ദുരിതങ്ങളുമുണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇന്നും ആ കരം പിടിവിട്ടിട്ടില്ല. യേശുവിൻ്റെ തൃക്കരം പിടിവിട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിൻ്റെ കാര്യം നിങ്ങൾ പിടിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കണം. കർത്താവേ, ഞാൻ ഇനി എൻ്റെ വഴിക്ക് പോയില്ല, നിൻ്റെ വഴിക്ക്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കില്ല, നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും. യേശുവേ, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ നിൻ്റെ വകയായിരിക്കും. കർത്താവേ, എവിടെയാണെങ്കിലും ഞാൻ നിൻ്റെ മാത്രമായിരിക്കും, നിൻ്റേത് മാത്രമായിരിക്കും. ഇനി ഞാൻ എനിക്കുള്ളതെല്ലാം യേശുവിൻ്റേത്. സ്തോത്രം. യേശുവിൻ്റേത് എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വേല ചെയ്യണം. യേശുവിനെ അറിയാത്തവർക്ക് യേശുവിൻ്റെ വചനം കൊടുക്കണം. എത്രയും പേര് യേശുവിൻ്റെ വചനം കേൾക്കണം. എത്രയും പേര് യേശുവിൻ്റെ വചനം കേട്ട് സമാധാനം അനുഭവിക്കണം. എത്രയധികം പേര് കേൾക്കുന്നു അത്രയും നല്ലത്. പ്രിയപ്പെട്ടവരെ, അനേകർ വചനം കേൾക്കട്ടെ, വചനം കേട്ട് ആശ്വാസം പ്രാപിക്കട്ടെ. സഭയും മാറാതെ, സമുദായവും മാറാതെ, മതവും മാറാതെ, പൈസ മുടക്കാതെ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കട്ടെ. മനപരിവർത്തനം ലഭിക്കട്ടെ, മതപരിവർത്തനമല്ല. ജീവിതം വിശുദ്ധമാകണം. അശുദ്ധിയിൽ ജീവിച്ചവർ വിശുദ്ധിയുടെ വക്താക്കളായി മാറണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മദ്യഷാപ്പിൽ നിറങ്ങാത്തവർ മദ്യഷാപ്പിലേക്ക് യാതൊരു ആകർഷണമില്ലാത്തവരായി തീരണം. മദ്യത്തെക്കുറിച്ച് അല്പം ചിന്തയില്ലാത്തവരായി തീരണം. വഷളായ ജീവിതം, മ്ലേച്ഛമായ ജീവിതം, തകർന്നുപോയ ജീവിതം, എല്ലാം മുടിച്ചു കളഞ്ഞ ജീവിതം, കുടുംബം കലക്കിയ ജീവിതം. പക്ഷേ അത് സമാധാനപൂർണ്ണമായൊരു കുടുംബമായി മാറണം. സന്തോഷവും ഉല്ലാസമുള്ള കുടുംബമായി മാറണം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാണ്. ഇന്ന് സ്വർഗീയ സമാധാനമുണ്ട്. ഇന്ന് ദൈവം കൃപ ചെയ്ത് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് കരം പിടിച്ച് നടത്തുന്നു. ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, എതിർക്കുന്നവരോടും ഒരു പരാതിയുമില്ല, തെറ്റിദ്ധരിക്കുന്നവരോടും ഒന്നും വിശദീകരണമില്ല, ഒന്നുമില്ല. ഒരേ ഒരു ലക്ഷ്യം, യേശുവിനെ പ്രസാദിപ്പിക്കുക. കടന്നു ചെല്ലുമ്പോൾ ഒരു ശബ്ദം കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കുന്നുള്ള ശബ്ദം കേൾക്കണം. ഇതാ സാക്ഷാ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നുള്ള ശബ്ദം കേൾക്കണം. എൻ്റെ കർത്താവിനെക്കുറിച്ച് ഞങ്ങൾ സാക്ഷിക്കണം. അതിന് തക്കവണ്ണം കർത്താവെ കറയറ്റവനായി, കറതീർന്നവനായി, വിശുദ്ധിയുടെ അത്ഭുത സത്യം അനുഭവിക്കുന്നതിനായി ഈ ലോകത്ത് ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് തീരുമാനിക്കുക. ഇപ്പോൾ ഓടി തളർന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ആ ഓടുമ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ മാലാഖമാരുണ്ടായിരുന്നു. യാക്കോവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോവ് കണ്ടില്ല, ആരും കൂടെ ഇല്ലല്ലോ എന്നോർത്ത് നിരാശയോടെ ഓടുമ്പോൾ മാലാഖമാർ പറ്റമായി കൂടെ ഉണ്ടായിരുന്നു. യാക്കോവ് കല്ലിന്മേൽ തലയിണ വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ, തലണിയായിട്ട് കല്ലിന്മേൽ തല വെച്ച് ഉറങ്ങുമ്പോൾ മാലാഖമാരുണ്ടായിരുന്നു. യാക്കോവ് അറിഞ്ഞില്ല. സ്നേഹിതരെ പറയട്ടെ, നിങ്ങൾക്ക് മാലാഖമാർ കൂട്ടുണ്ട്. മാലാഖമാർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. യേശുക്രിസ്തുവിൻ്റെ ദൂതന്മാർ നിങ്ങൾ അണിയണിയായി നിങ്ങൾക്ക് അകമ്പടി സേവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. മാലാഖമാർ അവിടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാക്കോവ് കണ്ടത്, സ്വപ്നം കണ്ടു. സ്വപ്നം എങ്ങനെയാണ്? മാലാഖമാർ കയറുന്നു, ഇറങ്ങുന്നു. അപ്പോൾ കയറാൻ താഴെ ഉണ്ടായിരുന്നു. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം.
മാലാഖമാർ കയറുന്നു. കുറേ മാലാഖമാർ കയറിപ്പോയി, വേറെ കൂട്ടം മാലാഖമാർ ഇറങ്ങി വരുന്നു. ഒരു പാവപ്പെട്ട ദൈവത്തിന് വേണ്ടി സ്വർഗം തുറന്ന് മാലാഖമാർ വിടുന്നു. എന്തൊരു അത്ഭുതം! നിങ്ങൾക്കറിയാമോ അത്? നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ദൈവം കരുതുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും എനിക്ക് ആരുമില്ലെന്ന്, ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേന്ന്, ഞാൻ അനാഥനല്ലേ, അനാഥയല്ലേ എന്ന് തോന്നും. അല്ല മോളെ, അല്ല, അല്ല മോനെ, അല്ല. നീ അനാഥനല്ല, നീ അഗതിയല്ല, നീ അശരണനല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അശരണയല്ല എന്ന് ഷാൻറ്റി പാടും. അശരണയല്ല, അനാഥയല്ല. ദൈവത്തിന് സ്തോത്രം. അഗതിയല്ല, ഞാൻ അശരണയല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നാഥനുണ്ട്. നമ്മുടെ കാര്യം നോക്കാൻ ദൈവദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. കല്ലിനോട് തട്ടാതെ വേണം നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെ മാലാഖമാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുമെന്നാണ് വചനം പറയും. 91 സങ്കീർത്തനം. നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വേണം നിന്നെ പരിപാലിക്കേണ്ടതിന് നിന്നെക്കുറിച്ച് നിൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്നെ ദൈവം പ്രത്യേകിച്ച് പരിപാലിക്കും. തളർന്നുപോയ ജീവിതങ്ങൾ, ഈ മരുഭൂമിയിലെ തളർന്നുപോയ യാത്ര, മരുഭൂമിയിൽ കൂടിയുള്ളതായ യാതനാഭരിതമായ യാത്ര, അവിടെ കൂട്ടായിട്ട് മാലാഖമാരുണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ഹാഗാറിനെ സന്ദർശിച്ച ദൈവദൂതൻ, അതേ ദൂതന്മാരിതാ ഇവിടെ വന്ന് യാക്കോബിനെ സംരക്ഷിക്കുന്നു, യാക്കോബിനെ കാക്കുന്നു. എന്തുകൊണ്ട്? ദൈവം അപ്പോഴുള്ള യാക്കോബിനെയല്ല കാണുന്നത്. ഇനിയും ഏതാനും വർഷം കഴിഞ്ഞ് യാക്കോബ് മരിക്കാൻ കിടക്കുമ്പോൾ ഒരു പ്രവാചകനെ പോലെ ഹൃദയം ആത്മനിർവൃതിയിലായി ആത്മാവിന് നിറവിൽ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന യാക്കോബിനെയാണ് ദൈവം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ ദൈവം കാണുന്നത് ഇവൻ യാക്കോബ് എന്നല്ല, ഇവൻ ഇസ്രായേലായി തീരുമെന്നാണ് ദൈവം കാണുന്നത്. ഇന്ന് യാക്കോബാണ്, പക്ഷേ അവൻ ഇസ്രായേലായി മാറും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തേതേ നീ കാണുന്നുള്ളൂ മോനെ, നീ അത്രേ കാണുന്നുള്ളൂ. പക്ഷേ നാളെ ഒരു ദിവസം നീ എന്തായിത്തീരുന്ന കർത്താവ് കാണുന്നു. നിന്നെക്കുറിച്ച് കർത്താവിന് ചില പരിപാടികളുണ്ട്, ചില പദ്ധതികളുണ്ട്, ഉന്നതമായ പരിപാടികൾ, ഉന്നതമായ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ആ പദ്ധതികൾ നിറവേറാനായിട്ട് നിന്നെ വിട്ടുകൊടുക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലൊന്നു പോയ എല്ലാ കാര്യങ്ങൾക്കും കർത്താവേ, ഞാൻ എൻ്റെ കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വന്ന് ഞാൻ അഭയാചന ചെയ്തുകൊണ്ട് പറയുന്നു, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കർത്താവേ ഞാൻ ഉത്തരവാദിയാണ്. പാവങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ പാപിയായ മനുഷ്യനാണ്. എൻ്റെ കർത്താവേ, ഞാൻ അഗതിയായ മനുഷ്യനാണ്. തെറ്റുകളേറെ സംഭവിച്ചു പോയി. ജീവിതത്തിൽ നുണ പറഞ്ഞെന്ന് മാത്രമല്ല, വഞ്ചന നടത്തിയെന്ന് മാത്രമല്ല, അനേകം തെറ്റുകളൊന്നു പോയി. കർത്താവേ, തെറ്റുകൾ സംഭവിച്ചു പോയി. നാഥ, ഇന്ന് തിരുമുമ്പാകെ വന്ന് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ഇപ്പോൾ നിൻ്റെ ആണിപ്പാളുടെ കരം എൻ്റെ നേരെ നിന്ന് വെക്കണമേ. കർത്താവേ, എൻ്റെ നേരെ നിന്ന് പിടിക്കണമേ. ആ കരം എൻ്റെ തലമേലെന്ന് വെക്കണമേ. എൻ്റെ ശരീരത്തിൻ്റെ കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആ തിരക്തമരുടെ കരവിൻ്റെ തലമേൽ വയ്ക്കുമ്പോൾ എൻ്റെ പാവങ്ങളെല്ലാം കഴുകപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അധർമ്മങ്ങൾ മാറിപ്പോകും, പാപങ്ങൾ നീങ്ങിപ്പോകും, അശുദ്ധി മാറിപ്പോകും, അത്യാഗ്രഹം മാറിപ്പോകും, ദ്രവ്യാഗ്രഹം മാറിപ്പോകും. എൻ്റെ കർത്താവേ, തന്നിഷ്ടം മാറിപ്പോകും, സ്വാർത്ഥത മാറിപ്പോകും. കർത്താവേ, എൻ്റെ സ്വാർത്ഥത മാറിപ്പോകും, ദ്രവ്യാഗ്രഹം മാറിപ്പോകും. കർത്താവേ, അശുദ്ധി മാറിപ്പോകും, വ്യഭിചാര ആസക്തി മാറിപ്പോകും, മദ്യപാനാസക്തി മാറിപ്പോകും, കഞ്ചാവും പാൻപരാഗും ഹാൻസും എല്ലാം എൻ്റെ ജീവിതത്തിൽ തെറിച്ചു മാറും. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം വിശുദ്ധമായി തീരും. നിൻ്റെ തൃക്കരം വെച്ചാൽ, നിൻ്റെ ആണിപ്പാട് കരം വെച്ചാൽ കർത്താവേ, നിൻ്റെ തൃക്കരൻ്റെ തലമേലെന്ന് വെക്കണമേ. ഞാൻ അതേ നിന്നോട് പറയുന്നുള്ളൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ വേറൊന്നും ആശിക്കുന്നില്ല. നിൻ്റെ ആണിപ്പാട് കരൻ്റെ തലമേലെന്ന് വെക്കണം. കർത്താവേ, ഈ തലയിൽ അശുദ്ധമായ ചിന്തകളുള്ളതാണ്. ഈ തലച്ചോറിൽ അശുദ്ധമായ ചിന്തകളുണ്ട്, അശുദ്ധമായ വിചാരങ്ങളുണ്ട്, മ്ലേച്ഛമായ ആഗ്രഹങ്ങളുമുണ്ട്. കർത്താവേ, എന്തെല്ലാമാണ്. ചിലരോട് വൈരാഗ്യം, ചിലരോട് പക, ചിലരോട് വിദ്വേഷം ഒക്കെ ഉണ്ട് ഈ തലയിൽ. അതിലൂടെ കൂടി ഇരിക്കുകയാണ്, പിശാചോട് കൂടിയിട്ടിരിക്കുകയാണ്. കർത്താവേ, നിൻ്റെ തൃക്കരവും തൊട്ടാൽ, ആ തിരക്തം ഒരു തുള്ളി വീണാൽ എല്ലാ അശുദ്ധിയും മാറിപ്പോകും. ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തൃക്കരവും തൊട്ടാൽ എൻ്റെ അത്യാഗ്രഹങ്ങൾ മാറിപ്പോകും, ദ്രവ്യാഗ്രഹം മാറിപ്പോകും, സ്വാർത്ഥത മാറിപ്പോകും, ദ്രവ്യാഗ്രഹം, എൻ്റെ സ്ഥാനമോഹം മാറിപ്പോകും, എല്ലാ തിന്മകളും മാറിപ്പോകും, അശുദ്ധി മാറിപ്പോകും. എൻ്റെ കർത്താവേ, നിൻ്റെ തൃക്കരവും തൊടണമേ. പ്രാർത്ഥിക്കുമ്പോൾ കാണാം യേശുവിൻ്റെ ആണിപ്പാടുകൾ നിങ്ങളുടെ തലമേൽ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാവ് പറന്ന് നിൽക്കുന്നത് പോലെ യേശുവിൻ്റെ ആണിപ്പാടുകൾ നിങ്ങളുടെ തലമേൽ വെക്കാനായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കാണാം. അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇപ്പോൾ തന്നെ നിൻ്റെ കരം എൻ്റെ തലമേലും തൊടണമേ. ഹല്ലേലൂയ. അശുദ്ധിയുള്ള തലമേലും തൊടണമേ, അത്യാഗ്രഹമുള്ള തലമേലും തൊടണമേ. എൻ്റെ ജീവിതത്തിലെ കേടുകളും തെറ്റുകളും അനേകം സംഭവങ്ങൾ, പാപത്തിൻ്റെ സംഭവങ്ങളൊന്നു പോയ ഈ തലമേൽ തൊടണമേ. ഈ തലയെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ വിചാരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ള അസൂയയെ നീ മാറ്റി തരണമേ. എൻ്റെ തലമേൽ നിൻ്റെ കരം വെച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇപ്പോൾ തന്നെ എതിർക്കാരൻ്റെ തലമേൽ വയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത്
കർത്താവിന് തൃക്കരം വയ്ക്കാൻ നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമോ? ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? യേശുവിന് തൃക്കരം വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? യേശുവിന് തൃക്കരം വയ്ക്കാൻ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ യേശുവിനോട് പറയൂ, കർത്താവേ, പാവ ജീവിതം, പാവം നിറഞ്ഞ ജീവിതം, അശുദ്ധി പറ്റിയ ജീവിതം, തിന്മ പറ്റിയ ജീവിതം, പണത്തിന് വേണ്ടി ഓടിയ ജീവിതം, പണം സമ്പാദിക്കാൻ എന്ത് കുൽസിത മാർഗ്ഗങ്ങളും സ്വീകരിക്കാൻ മടിയില്ലാതിരുന്ന ജീവിതം, കർത്താവേ, എല്ലാ പാപങ്ങളും തിന്മകളും പൂണ്ട ഈ ജീവിതം ഞാനിതാ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. നിന്റെ തൃക്കരം ഒന്ന് വെക്കണമേ, എൻ്റെ തലമേൽ തൃക്കരം വെക്കണമേ, എന്നെ തുടരണമേ കർത്താവേ. നിൻ്റെ തിരക്തം തൊടുമ്പോൾ എല്ലാ ശുദ്ധിയും മാറുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്നു മുതൽ യേശുവേ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി സൃഷ്ടിക്കും, പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഇത്രയും കാലം കഴിഞ്ഞു പോയ ജീവിതം, പാവം നിറഞ്ഞ ജീവിതം, അശുദ്ധി പറ്റിയ ജീവിതം, തിന്മ പറ്റിയ ജീവിതം, വഞ്ചനയും കളവും ചതിവുമുള്ള ജീവിതം, കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയ ജീവിതം, അത് ഇതാ തിരുമുമ്പാകെ ഞാൻ തുറന്നു വയ്ക്കുന്നു. ഇപ്പോൾ തൃക്കരം വെക്കണമേ, എന്നെ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ, ആ തിരക്തത്താലിൻ്റെ പാപക്കറകൾ കഴുകണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലകളെ ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തലകളെ ഉണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളോടൊന്ന് ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ ക്ലേശിച്ച് ഓടി തളർന്നവരായി ഞങ്ങളെ അവിടെ സന്ദർശിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, തിരുവചനത്താൽ ഞങ്ങളെ ഇനിയും വാഴ്ത്തണം, ഇനി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉള്ളം വചനത്താൽ നിറയ്ക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഫലമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.